പൂജയെ കണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ ഒരുമിച്ചല്ലായിരുന്നോ? ആയിരുന്നു, പക്ഷെ ഇപ്പൊ കാണാനില്ല. കാണാനില്ലെന്നോ? താഴത്ത് നോക്കിയോ? നോക്കി, മുറിയിലൊക്കെ നോക്കി, പക്ഷെ അവിടെ എങ്ങും കാണാനില്ല. അല്ല, ഇതിപ്പോ എവിടെ പോയി? അയ്യോ, താ ഒരു കാര്യം ചെയ്യ്, ബാൽക്കണിയിലും ടെറസിലൊക്കെ നോക്ക്, ഞാൻ ഇവിടേക്ക് നോക്കാം. ചെല്ലു ചെല്ലു ചെല്ലു. പൂജ 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 പൂജ. വെറുക്കാം, ശപിക്കാം, എനിക്കൊരു പരാതിയില്ല. അത്രയ്ക്ക് വലിയ തെറ്റാ ഞാനുമായി നിന്നോട് കാണിച്ച്. പക്ഷേ പശ്ചാത്തപിക്കാനും ചെയ്ത തെറ്റുകൾ തിരുത്താനും ഞങ്ങൾക്കൊരവസരം തന്നൂടെ മോളെ? നീ എൻ്റെ കൂടെ വരണം. ഇല്ലെങ്കിൽ നിന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോകും മോളെ. അപ്പൊ നീ വിചാരിക്കും നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്നതെന്ന്. ഞങ്ങൾ ഇപ്പോഴും അകൽച്ചയിലാണെന്ന്. ഒരിക്കലുമല്ല മോളെ. നീ ഞങ്ങളെ വിട്ടു പോയത് പിന്നെ ഞങ്ങള് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. എന്തിനാച്ചാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ? ഒരു കാരണവശാലും ഇനി വീട്ടിലേക്ക് മടങ്ങി വരരുതെന്ന് അമ്മയാ പറഞ്ഞത്. എന്ന് മോളോടാരാ പറഞ്ഞേ? ആദ്യോട് അമ്മ പറഞ്ഞയച്ചു. അല്ല, അവൻ നിന്നോട് പറഞ്ഞത് 100% സത്യം. ആ വിവരം അവൾ എന്നോടും പറഞ്ഞിരുന്നു. അത് കേട്ടതിന് പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ എന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞതും ഞാൻ മായയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതും. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നാൻ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാമെന്ന്. അവൾ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഈ ജന്മം എനിക്ക് മോക്ഷം കിട്ടില്ല മോളെ. നീ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ മോളെ, ആദ്യയോട് എനിക്കൊരു ശത്രുതയില്ല. നീ ആവശ്യപ്പെട്ട നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ ഞങ്ങൾ ഒരുക്കുക. ഞാൻ ആ വിവരം അവന്റെ അളിയൻ ഉമാന്തത്തിനോട് സംസാരിക്കുകയും ചെയ്തതാണ്. ഇനി അതെല്ലാം മറ്റാരെങ്കിലുമാണ് മോളുടെ മനസ്സിലുണ്ടെങ്കിലും അത് അംഗീകരിച്ച് തരാനും ഈ അച്ഛൻ ഒരുക്കം. പക്ഷെ ഇന്നൊരു ദിവസം, ഒരേ ഒരു ദിവസം എന്റെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരണം. നാളെ കാലത്ത് നീ തീരുമാനിക്കുന്ന ആരുടെ കൂടെ വേണമെങ്കിലും നിനക്ക് പോകാം. ഞാൻ നിന്റെ അമ്മയോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മോളെ. ഈ ഒരൊറ്റ ശരി കൊണ്ട് എനിക്ക് തെറ്റുകളെല്ലാം തിരുത്തണം. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു മോളെ, നിന്നെ അവളുടെ മുന്നിൽ എത്തിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണമെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാം. പക്ഷെ മോളെ, അച്ഛൻ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്കാവശ്യം നിന്റെ ഈ ഫിസിക്കൽ പ്രസൻസ് അല്ല, എല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനസ്സോടുകൂടി വേണം നീ എൻ്റെ കൂടെ വരാൻ. നീ വിധിക്കുന്ന എന്ത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, നിന്നെ പ്രസവിച്ച നിന്റെ പാവ അമ്മയ്ക്ക് വേണ്ടിയാ. ഞാൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ തകർന്നു പോകുന്നതും മോളെ നിന്റെ അമ്മയാ. ഈ ഒരു നിസ്സാര കാര്യത്തിലെങ്കിലും ഈ ജന്മം അവളോട് നീതി പുലർത്താൻ എനിക്ക് കഴിയണം മോളെ. അല്ലെങ്കിൽ ചിലപ്പോൾ ചങ്ക് പൊട്ടിച്ചെത്തു പോകും മോളെ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല മോളെ. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുന്ന നിസ്സഹായനായ ഒരു മനുഷ്യനാണ് ഞാൻ. അച്ഛനെന്ന കൺസിഡറേഷൻ അല്ല എനിക്ക് വേണ്ടത്. എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനോടുള്ള കരുണ മാത്രമാണ്.
ഹലോ ഹലോ ഇസ്രേ, പൂജയെ കാണാനില്ല. കാണാനില്ലെന്നോ? താൻ എന്തായി പറയുന്നേ? അതേടോ, ഈ ബംഗ്ലാവ് മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു. അവൾ ഇവിടെ എങ്ങുമില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഏ താൻ ഫോൺ ചെയ്യണേ. ഹലോ യെസാ, എന്തെങ്കിലും ഉടനെ ചെയ്യണം. അവൾ ആരോ കിഡ്നാപ്പ് ചെയ്തതാ. അല്ലെങ്കിൽ ഒരിക്കലും അവൾ നമ്മളോട് പറയാണ്ട് എങ്ങും പോയില്ല. താൻ ടെൻഷൻ അടിക്കാതെ, അവൾ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. എടോ, താൻ ഫോൺ കെട്ടി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഹലോ ഹലോ. ശ്ശ്. ഞാൻ വേണമെങ്കിൽ മോളുടെ കാല് പിടിക്കാം. മോളെ എന്നെ നിരാശപ്പെടുത്തരുത്. ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ വരണം. ഞാൻ വരാം. പക്ഷെ എനിക്ക് ആദ്യോടൊന്ന് പറയണം. പറഞ്ഞോളൂ. പക്ഷെ പറഞ്ഞാൽ അയാൾ സമ്മതിക്കും നമുക്ക് തോന്നുന്നുണ്ടോ? ഇവിടുന്ന് പോയ ശേഷം നമുക്ക് അയാളെ വിളിച്ച് വിവരം പറയാം.